ഉയിരെ സംഗീത പരിപാടിയുടെ പേരിൽ നിജുരാജ് തന്നെയും സംഘത്തെയും കബളിപ്പിച്ചെന്ന് സംഗീത സംവിധായകൻ ഷാൻ റഹ്മാൻ. തന്റെ മാനേജർ എന്നുള്ള നിലയ്ക്ക് വ്യാജ പ്രചാരണം നടത്തി പാർട്ട്ണറാകാമെന്ന് പറഞ്ഞു വന്ന നിജു പിന്നീട് ലാഭവിഹിതം ആവശ്യപ്പെട്ടെത്തി. ആകെ തന്ന 5 ലക്ഷം രൂപ തന്റെ ഭാര്യയെ ഭീഷണിപ്പെടുത്തി തിരികെ വാങ്ങിയെന്നും ഷാൻ റഹ്മാൻ പറയുന്നു. ഷോയുടെ തലേ ദിവസം ആ വെന്യൂവിൽ പോയപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ പ്രൊഡക്ഷൻ കമ്പനി മുഴുവൻ മാറി എന്നുള്ളത്. അതായത് ഉദയാപ്രോ അല്ല പ്രൊഡക്ഷൻ ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് അവിടെ വെച്ചാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇത് ആസ് എ പാർട്ട്ണർ എന്നോട് ചെയ്യേണ്ട ഒരു കാര്യമില്ല, ആസ് എൻ ആർട്ടിസ്റ്റ് എന്നോട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത് വളരെ വൈറ്റൽ ആയിട്ടുള്ളൊരു ചേഞ്ചാണ് അവിടെ നടത്തിയിരിക്കുന്നത്. അത് നമ്മളിൽ നിന്നത് മറച്ചു വെച്ചു. പിന്നെ ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. ഉയരെ ഷോ കഴിഞ്ഞു, നമ്മുടെ സൈഡിലുള്ള പേയ്മെന്റ്സും കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് തുടങ്ങി. ആ സമയത്ത് നിജു ഒരു 45 ലക്ഷത്തിന്റെ ഒരു ബില്ലുമായിട്ട് വന്നു. അപ്പോൾ ഇത് എന്തിൻ്റെ ബില്ലാണെന്ന് റൈറ്റിങ്ങിൽ തരാൻ പറഞ്ഞു. കാരണം മനസ്സിലായില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിജു പാർട്ട്ണറാണ്. പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ട് ഇൻവെസ്റ്റും ചെയ്തില്ല. എന്നിട്ട് ഈ പറയുന്ന പോലെ നിജുയുടെ എക്സ്പെൻസ് കൂടെ ഞങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണത്? അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഒരു ഇടവേളയ്ക്ക് ശേഷം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് നിഖിൽ പ്രമേഷ്, സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന്. നിഖിലെ, വെരി ഗുഡ് ഈവനിങ്, ഹാപ്പി ടു സീ യു ബാക്ക്. അപ്പോൾ വിശദാംശങ്ങൾ പറയൂ, എന്താണ് ഷാൻ ഇപ്പോൾ പറയുന്നത്? ഷാൻ റഹ്മാനുമായി ബന്ധപ്പെട്ട ഈ വിവാദം, അദ്ദേഹത്തിന്റെ സംഗീത പരിപാടിയായ ഉയിരയുമായി ബന്ധപ്പെട്ട വിവാദം കഴിഞ്ഞ ഏതാനും നാളുകളായി ഇങ്ങനെ സജീവമായി നിലനിൽക്കുന്നുണ്ട്. കൊച്ചിയിൽ വലിയ വിജയമായൊരു പരിപാടിയായിരുന്നു അത്. എന്നിരിക്കെയും അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേട് എന്നുള്ള തരത്തിലാണ് ഷാൻ റഹ്മാനെതിരെ വാർത്തകൾ പുറത്തു വന്നിരുന്നത്. ഏതാണ്ട് 38 ലക്ഷത്തോളം രൂപ അദ്ദേഹം തൻ്റെ പാർട്ട്ണറായിരുന്ന നിജുരാജിനെ കബളിപ്പിച്ച് സ്വന്തമാക്കി എന്നുള്ളതായിരുന്നു പുറത്തു വന്ന വാർത്ത. എന്നാൽ അതിനൊരു പരിസമാപ്തി എന്നുള്ള നിലയ്ക്ക് ഇതാദ്യമായി വിവാദം ഉണ്ടായതിനു ശേഷം ഷാൻ റഹ്മാൻ പ്രതികരിച്ച് രംഗത്തെത്തുകയാണ്. ഷാൻ വ്യക്തമാക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് 25 ലക്ഷം രൂപ ഈ പരിപാടിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് അറിയിച്ചുകൊണ്ട് വന്ന നിജുരാജ് കേവലം 5 ലക്ഷം രൂപ മാത്രമാണ് നൽകിയത് എന്ന് മാത്രമല്ല, ആ 5 ലക്ഷം രൂപ തിരികെ വാങ്ങിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അത് തൻ്റെ ഭാര്യയെ വിളിച്ച് നിരന്തരം ഭീഷണിപ്പെടുത്തിയായിരുന്നു ആ തുക തിരികെ വാങ്ങിയത് എന്നതടക്കമുള്ള അതിൻ്റെ തെളിവുകളടക്കം പുറത്തുവിടുകയാണ് ഇപ്പോൾ ഷാൻ റഹ്മാൻ. അതോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ പ്രൊഡക്ഷൻ അത് ചെയ്യുന്ന കമ്പനിയുടെ പേരിൽ തന്നെ കബളിപ്പിച്ചു. പരിപാടിയുടെ തൊട്ട് തലേ ദിവസമാണ് ഇക്കാര്യം താൻ അറിയുന്നത് എന്നുള്ള കാര്യവും പറയുന്നു. അതോടൊപ്പം തന്നെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് തനിക്ക് വ്യക്തിപരമായി ഉണ്ടായിട്ടുള്ള വേദന, വിഷമം അതൊക്കെ പങ്കുവെക്കുകയാണ് ഷാൻ റഹ്മാൻ തൻ്റെ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ട ഈ വീഡിയോയിലൂടെ. ഇതോടുകൂടി ഈ വിവാദം അവിടെ അവസാനിക്കണം. താനൊരു പരാതി ഇൻഫോ പാർക്ക് പോലീസിൽ നൽകിയിട്ടുണ്ട്. ആ പരാതിയും അതിൻ്റെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണ് ഷാൻ പറയുന്നത്. ഇനിയും തന്നെ ജോലി ചെയ്യാൻ അനുവദിക്കാത്ത തരത്തിലേക്ക് ഉപദ്രവിക്കരുത്. ഇതോടുകൂടി വിവാദങ്ങൾ അവസാനിക്കണം. അതേസമയം നിയമ നടപടിയുമായി നിജുരാജ് എന്ന ആൾക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് ഷാൻ റഹ്മാൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കൃഷ്ണ.